ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കാരമൽ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിതാ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ RPG ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ ഒന്ന് കളർ ചേഞ്ച് ആകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ അത് വറുത്തെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം. ഈ സെയിം പാനിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 100 ഗ്രാം ആട്ട എടുത്തത്. ഈ സേമിയ നമുക്കൊന്ന് വറുത്തെടുക്കാനുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സേമിയ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ സേമിയ വറുത്തെടുത്തിട്ട് അതും നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാനുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ സ്പൂൺ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാട്ടാ ചേർത്തത്. ബാക്കി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാ അത് കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ഇതിൽ കളർ ചേഞ്ച് ആക്കിയിട്ട് അങ്ങനെ എടുക്കാം. നല്ല അങ്ങ് കരിഞ്ഞു പോകരുത്. ഈ കളർ ചേഞ്ച് ആയി വന്ന ആ ഒരു സമയത്ത് പിന്നെ നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കഴിഞ്ഞ പാട് അതൊന്ന് ഇങ്ങനെ ഒന്ന് വതഞ്ഞ് വരും. ആ ഒരു സമയത്ത് വേഗം തന്നെ സ്പൂൺ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, പക്ഷെ 1/4 കപ്പാട്ടാ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി അഥവാ മധുരം വേണം എന്ന് ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ പഞ്ചസാര കാരമലൈസ് ആയി വന്ന ശേഷമാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തത്. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് തിളപ്പിച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചത് ചിലപ്പോൾ ഒന്ന് കട്ട പിടിച്ച പോലെ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ അത് പ്രശ്നമില്ല. കുറച്ചൊന്ന് പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതങ്ങ് ശരിയായിക്കോളും. ഇത് ഈ ഒരു രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു കാരമലൈസ് ചെയ്ത കട്ട പിടിച്ച് അതെല്ലാം ഒന്ന് ലെവലായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ നമ്മൾ പാലൊഴിച്ച് ആ സെയിം ബോക്സിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 250 ml വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1 ലിറ്റർ പാലും 250 ml വെള്ളം കൂടിയാണ് ഇതിലേക്ക് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് പാലിലാണ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പാലും വെള്ളവും കുറച്ച് വെള്ളം കൂടി അങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. വെള്ളത്തിൻ്റെ അളവ് വല്ലാണ്ട് കൂടാൻ പറ്റില്ല, പിന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ ഇതാ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചൊന്ന് മധുരം കുറവ് പോലെ തോന്നിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച് ആ സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കാൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതങ്ങനെ ചേർക്കുക. അതല്ലെങ്കിൽ
2 ഏലക്കായ എടുത്തിട്ട് കുത്തിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ആ പാലൊന്ന് തിളച്ച് വരണം, ആ സേമിയ ഒന്ന് വെന്ത് വരണം. അപ്പൊ ഇതാ സേമിയയെല്ലാം ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ആ കാഷ്യും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ കാരമൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.